ശ്രീ ശബരിനാഥൻ, ഇത് ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഉത്തരം ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ആ ചോദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റാഫ് അംഗങ്ങളും ഇടപെട്ട ഒടുവിലത്തെ വിവാദത്തെക്കുറിച്ചാണ്. അതായത് അൻവറിന്റെ ആരോപണം എന്ന് പറയുന്നത്, അൻവറിന്റെ ആരോപണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് മലപ്പുറത്ത് പോലീസ് സ്വർണം പൊട്ടിക്കൽ സംഘമായി മാറുന്നു, അതിന് ADGP പാറ്റേണായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആരോപണം. ആ ആരോപണത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിലാണ് മലപ്പുറത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആയിട്ട് കണ്ടൂടെ? അതിനകത്ത് രാഷ്ട്രീയം കാണണോ? അതെ അതെ, ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ് BJPയുടെ ശ്രീ ഉല്ലാസ് ബാബു ശ്രീ VD സതീശനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഭാരതീയ വിചാര കേന്ദ്രയുടെ പ്രോഗ്രാമിന് അദ്ദേഹം പോയതും അതിനു മുമ്പ് തിരുവനന്തപുരത്ത് അതേ പ്രോഗ്രാമിൽ ശ്രീ VS അച്യുതാനന്ദൻ പോയ കാര്യങ്ങൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാലങ്ങളെ അദ്ദേഹത്തിന് സംഘി പട്ടം കൊടുക്കാൻ നോക്കുന്നത് അത് ഏൽക്കുന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഈ BJPയും CPMും തമ്മിലുള്ള ബാന്ധവം പോലെ CPMകാരുടെ പൊളിറ്റിക്കൽ ക്യാപ്സ്യൂള് ഇപ്പൊ BJPക്കാർ പറയുന്നൊരു സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇത് പ്രേംകുമാറിനെ പോലുള്ള CPMകാർ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്. അത് BJP പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബാന്ധവം കൂടുതൽ ശക്തമായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നു. ഇനി എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു തിരുവനന്തപുരത്ത് 2022 26,000 ഡോക്ടർ പ്രേംകുമാറിലെ മറ്റ് CPMന്റെ ഒഫീഷ്യൽ ആങ്കറുകാർ. അടുത്തത് ഇവിടെ മലപ്പുറത്തെ കേസുകൾ 2022 26,000 ക്രൈം കേസുകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് അത് 40,000-ലേക്ക് എത്തി. ഒറ്റ വർഷം കൊണ്ട് ഏകദേശം ഡബിൾ ദ നമ്പർ ഓഫ് ക്രൈം കേസസ് ഉണ്ടായതിനെ കുറിച്ചുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള നിരീക്ഷണമാണ് പറഞ്ഞത്. അങ്ങനെ ക്രൈം കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിന് മുഖ്യമന്ത്രിയോട് മലപ്പുറത്ത് മാത്രമായി അങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറത്ത് മാത്രം ഒരു പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഫിഗേഴ്സ് വന്നിട്ടുണ്ടോ? നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കൂ. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് RSS ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇവിടെ തീവ്രവാദ സംഘങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ കേസ് എടുത്തില്ല എന്നല്ല പറഞ്ഞത്, കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 123 കോടിയുടെ ഈ പറഞ്ഞ ഹവാല പൈസ ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് പോയി? ഇത് ആരെ ഈ പറഞ്ഞ കാരിയേഴ്സിനെ പിടിച്ചതല്ലാതെ ഒറ്റ പ്രധാനപ്പെട്ട ഡീലറെ പിടിച്ചോ? ഇന്നലെ ശ്രീ അൻവർ പറഞ്ഞതുപോലെ ഏതോ ഒരാളുടെ ഉണ്ണിക്കുട്ടൻ ആരുടെ വീട് കാണിച്ചല്ലോ, അവിടെ അറസ്റ്റോ ഒരു അന്വേഷണം നടത്തിയോ? ഇത് എങ്ങോട്ടാണ് ഈ സ്വർണം പോകുന്നത്? പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയോ ഒരു ഡിസ്കഷനോ എന്തിന് കേരള പോലീസോ കേന്ദ്ര പോലീസോ എടുത്തിട്ടുള്ളോ? ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എന്തുകൊണ്ടത് ഈ പറഞ്ഞ CBIയോ നാഷണൽ ഏജൻസി അന്വേഷിക്കുന്നില്ല? അപ്പം അതുകൊണ്ടൊക്കെ ഡൈവേഴ്സിറ്റി ടാക്ടിക്സ് ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇവർ ഈ രാഷ്ട്രീയപരമായി അടുത്തൊരു ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ BJPയും CPM മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ CPM തന്നെ കൊണ്ടുവന്നിരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം മലപ്പുറത്ത് അവർക്കെതിരെ തിരിഞ്ഞുകുത്തുമ്പോൾ അത് അൻവർ അടക്കമുള്ള അല്ലെങ്കിൽ പണ്ട് കോൺഗ്രസിലും മറ്റു പാർട്ടികളുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ റാഞ്ചി എടുത്തുകൊണ്ടുവന്ന് അവരെ CPMൽ കൊണ്ടുവന്നവരെ യൂസ് ചെയ്ത് ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരം വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് മന്ത്രിയായതുകൊണ്ട് ശബ്ദ ബഹുമാനം പോലും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരെല്ലാവരും അസ്വസ്ഥരാണ്. രണ്ടാമത്തെ ദിവസവും അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ഷോ നമ്മൾ കണ്ടു. ഇന്നലെ നിലമ്പൂരാണെങ്കിൽ ഇന്ന് കോഴിക്കോട്, നാളെ എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.